നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണവില പവനെ ലക്ഷത്തോട് അടുക്കുകയാണ്. 1 ലക്ഷമാകാൻ ഇനി അധികം ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിദഗ്ധരും പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല പലയിടത്തും പാകിസ്ഥാനിലടക്കം 3.5 ലക്ഷമാണ് ഇപ്പോൾ 1 പവൻ സ്വർണം വാങ്ങുന്നതിനായിട്ട് ഉപയോക്താക്കൾ നൽകേണ്ടത്. ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അതൊക്കെ തന്നെയാണ് ഇന്ത്യയിലും സ്വർണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് സ്വർണ്ണവില ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ പോകുന്നതിനിടയിൽ യാത്രക്കാർക്ക് അതായത് ഇന്ത്യൻ റെയിൽവേ ആണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പവന് 94,500 രൂപ പിന്നിട്ട സാഹചര്യത്തിൽ തീവണ്ടികളിൽ സ്വർണ്ണ കവർച്ച വർദ്ധിക്കാമെന്ന മുന്നറിയിപ്പോടെയാണ് റെയിൽവേ സംരക്ഷണ സേന ബോധവൽക്കരണ പോസ്റ്ററും വീഡിയോയും പുറത്തിറക്കിയത്. യാത്രക്കിടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കാതിരിക്കാൻ വനിതാ യാത്രികർക്ക് പ്രത്യേക നിർദ്ദേശവുമുണ്ട്. ട്രെയിനിലെ സ്വർണ്ണ കവർച്ചക്കാരെ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാനായി പോസ്റ്ററും ബോധവൽക്കരണ വീഡിയോകളും റെയിൽവേ ഇറക്കി. യാത്രയിൽ സ്വർണം ധരിക്കരുതെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം. സ്വർണം മാത്രമല്ല, അതുപോലെ തോന്നുന്ന മുക്കുപണ്ടം ധരിച്ചാലും കള്ളന്മാർ നിങ്ങളെ ലക്ഷ്യമിട്ടേക്കാം. സ്വർണ്ണ പാദരസരങ്ങളാണ് കള്ളന്മാർ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് മുകൾ ബർത്തുകളിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളുടെ പാദസരം ഇവർ പൊട്ടിച്ചെടുക്കും. സംഘമായി കയറുന്ന മോഷ്ടാക്കൾ ട്രെയിനിന്റെ പലയിടങ്ങളിലായി തിരഞ്ഞ് കവർച്ച നടത്തിയ ശേഷം സ്ഥലം വിടുന്നതാണ് രീതി. കൊങ്കൺ പാതയിലാണ് ഇത്തരം മോഷ്ടാക്കൾ ഏറെയും നടക്കുന്നതെന്നാണ് വിവരം. ട്രെയിനിൽ മോഷണം നടത്തുന്ന വിദേശ സംഘത്തെ നേരത്തെ റെയിൽവേ സംരക്ഷണ സേന ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചിരുന്നു. ഇവർ മോഷണത്തിനെത്തുന്നതും മടങ്ങുന്നതുമെല്ലാം വിമാനത്തിലാണ്. കൊങ്കൺ പാതയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്ക് ഇരയാകുന്നത്. ഓരോ ട്രെയിനിലും 1-2 TTA മാത്രമാണ് ഉണ്ടാവുക. ക്യാമറ ഉൾപ്പെടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊന്നും അതിലില്ല. ദീർഘദൂര ട്രെയിൻ ആയതിനാൽ യാത്രക്കാർ ഉറങ്ങുന്ന സമയത്താണ് മോഷണം നടക്കുന്നത്. തീവണ്ടികളിൽ ക്യാമറ നിരീക്ഷണം പരിമിതമായതും ഒരു പ്രധാന പ്രശ്നമാണ്. പുതിയ LHB കോച്ചുകളിൽ മാത്രമേ CCTV സംവിധാനം നിലവിലുള്ളൂ. കൊങ്കൺ റൂട്ടിലെ ട്രെയിനുകളിലും സുരക്ഷാ ജീവനക്കാരുടെ അഭാവവും കവർച്ചക്കാർക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പുലർച്ചെ സമയങ്ങളിൽ യാത്രക്കാർ ഉറങ്ങുന്ന സമയമാണ് മോഷ്ടാക്കൾ അധികമായി മുതലെടുക്കുന്നത്. ദീപാവലി ഉൾപ്പെടെയുള്ള ഉത്സവ സീസൺ ആയതിനാൽ വലിയ തിരക്കാണ് രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തിൽ ഉണ്ടാകുക. അതിൽ തന്നെ ഇന്ത്യൻ റെയിൽവേയാണ് പലയിടത്തേക്കുമുള്ള യാത്രക്കായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഉത്സവ സീസണിൽ ഉണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിരക്ക് പരിഗണിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ അടക്കം റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെയൊപ്പം ചില മുന്നറിയിപ്പുകൾ കൂടി റെയിൽവേ നൽകുന്നുണ്ട്. ചില റെയിൽവേ സാധനങ്ങൾ ട്രെയിനിൽ ഒരിക്കലും കൊണ്ടുപോകരുത് എന്നതാണ് ആ മുന്നറിയിപ്പ്. അത്യാഹിതങ്ങൾ ഒഴിവാക്കാനാണ് റെയിൽവേ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഉത്സവ സീസൺ ആയതിനാൽ യാത്രക്കാർ സ്വാഭാവികമായി കയ്യിൽ കരുതിയേക്കാവുന്ന ചില സാധനങ്ങളാണ് റെയിൽവേ കൊണ്ടുവരരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഈ പടക്കങ്ങൾ, മണ്ണെണ്ണ, ഗ്യാസ് സിലിണ്ടർ, സ്റ്റൗ, തീപ്പെട്ടി, സിഗരറ്റ് എന്നിവയാണവ. എല്ലാ കൊല്ലവും റെയിൽവേ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇക്കാലയളവിൽ യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാറുണ്ട് എന്നതിനാലും കൂടിയാണ് ഈ മുന്നറിയിപ്പ്. സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചാൽ കൂടിയും അവയിൽ സീറ്റ് കിട്ടാത്ത അവസ്ഥ ഉത്സവകാലത്ത് സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. ദീപാവലി, ഛത് പൂജ തുടങ്ങിയ ഉത്സവ കാലത്തിനായി 763 സ്പെഷ്യൽ ട്രെയിനുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവയെല്ലാം കൂടി 10,782 ട്രിപ്പുകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ചില ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. നോർത്തേൺ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ സർവീസുകൾ നടത്തുന്നത്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് തൊട്ടു പിന്നിൽ. ഏതായാലും ഇന്ത്യൻ റെയിൽവേ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ദീർഘദൂര യാത്രയ്ക്കൊക്കെ തന്നെ, അതും പ്രത്യേകിച്ച് സംസ്ഥാനം വിടുന്ന യാത്രയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല, സ്വർണം പൂശിയിട്ടുള്ള തരത്തിലുള്ള ആഭരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ മോഷ്ടാക്കൾ ആ ഒരു സമയത്ത് ഒരു പക്ഷെ നമ്മൾ ഉണരുകയാണെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളോ അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള മറ്റേതെങ്കിലും ആഭരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേ മുന്നറിയിപ്പ് നൽകുന്നത്.